കുമാർ, എന്താടാ ഇത്? ഒന്നും അറിയില്ലെങ്കിൽ അവന്മാരെ പോലെ നാട് മുഴുവൻ അലഞ്ഞ് നടന്നാ പോരെ? എന്താടാ, പാഠം അറിയാത്ത കൊണ്ടാണോ പേജ് നിറയെ കഥ എഴുതി വച്ചേക്കുന്നേ? എന്തെങ്കിലും എഴുതി വെച്ചാ മതി, ഞങ്ങള് വായിക്കണം, മാർക്ക് വിടണം. പഠിക്കണം, പഠിക്കണം, പഠിച്ചെഴുതണം, പഠിച്ചെഴുതണം. കെട്ടി ഒരുങ്ങി കോർക്കെഴുതിയ പോലെ അടിവാങ്ങാൻ വന്നോളൂ. പോ പോ. രമേശ്, ഏയ് കേട്ടങ്ങ് മാറ്റ്. വീട്ടിൽ നിന്ന് തലയിണ കൊണ്ടൊന്ന് മുട്ടിനടിയിൽ വെക്കാറുന്നില്ലേ? നല്ല സുഖം കിട്ടിയാനെ. പഠിക്കാൻ വന്നേക്കണ കോലം കണ്ടില്ലേ? ഐലൈനർ മെഴുതി കാതിൽ വളയവും ഇട്ട് ഇവിടെ എന്താ ഫാഷൻ ഷോ നടക്കുന്നുണ്ടോ? മോങ്ങുന്നേ കണ്ടോ? കരഞ്ഞാ കൊന്നുകളയും. വേഷം കെട്ടാൻ അറിയാലോ, ആ സമയത്തിരുന്ന് പഠിച്ചൂടെ മഴക്കഴുതേ? സാറ് വെള്ള പേപ്പറിൽ വെറും പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. മോന്ത കണ്ടില്ലേ? നീട്ടടാ കൈ, നീട്ടടാ കൈ, നീട്ട, നീട്ടടാ, നീട്ട, നീട്ട, നീട്ടടാ, നീട്ടടാ. കൈ വലിക്കുമ്പോടാ. ഒരു ഷർട്ട്, ഷർട്ടൂറ, 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 ഒരു ഷർട്ടൂര്, ഷർട്ടൂറ, ഉരുടാ, ഉരുടാ, ഉരുടാ. കൈ വലിക്കോടാ നീ, കൈ മാറ്റോടാ നീ. ഇത്ര ധൈര്യം നിനക്ക്? ഒന്നുകളെ നിന്നെ. കൈ വലിക്കുന്നു, കൈ വലിക്കുന്നു, കയ്യ് ഇനി കൈയെടുത്താ കൊന്നുകളയും ഞാൻ, കൊന്നുകളയും. എക്സ്ക്യൂസ് മീ, ഗുഡ് മോർണിംഗ് മാം. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? പറയണം സർ. അല്ല മാഡം, ഇന്നൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. ഗുഡ്. ഈ പ്രായത്തിലൊക്കെ ടെസ്റ്റ് വെറും ടെസ്റ്റ് പോലെയാ. വെറുതെ ഊതി കളഞ്ഞാ പോരെ? ഓക്കേ, വലിയ ചൂടിലാണല്ലേ? കൂളായൊരു കാര്യം പറയാം. അടുത്തയാഴ്ച നമ്മളൊരു ടൂർ പോകുന്നു. കൊടൈക്കനാലിന്. ഇത്ര സന്തോഷമുള്ളൊരു കാര്യമായിട്ടും ആരും എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഈ വർഷവും സുധാ മാഡമാണ് ഇൻചാർജ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നോട്ടീസ് ബോർഡിലുണ്ടാവും. എല്ലാരും തീർച്ചയായും വരണം. ഓക്കെ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ മാം. ഒരു മിനിറ്റ്. നിനക്ക് വച്ചിട്ടുണ്ട്. പറയും മാഡം. പിള്ളേര് പഠിക്കാൻ വേണ്ടി അടിക്കണമെന്നുണ്ടോ സാർ? ക്ഷമയോടൊന്ന് വാൺ ചെയ്താ പോരെ? സോറി മാഡം, തെറ്റ് ചെയ്താൽ ക്ഷമിക്കാൻ ഇത് ചർച്ചുമല്ല, വാൺ ചെയ്യാൻ പോലീസ് സ്റ്റേഷനുമല്ല. അടിക്കാതെ പിള്ളേര് പഠിക്കില്ല. ഓ ഐ സി. ഇന്നിപ്പോ കുട്ടികൾ പഠിച്ചില്ലേലും അടിക്കരുതെന്ന് റൂൾസ് ഉണ്ട്, അറിയില്ലേ? അവർക്ക് സ്കൂളിൽ എന്താ പ്രോബ്ലം, വീട്ടിൽ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കണം. ചോദിച്ചു കാണില്ല. എല്ലൊടിയുന്ന കണക്കിന് അടിച്ചിരിക്കുന്നു. അവരുടെ മനസ്സ് തളരില്ലേ? നിങ്ങൾ ടിവിയിലും പേപ്പറിലും ഒന്നും കണ്ടില്ലേ? കഴിഞ്ഞ വർഷം മാത്രം 60 ടീച്ചേഴ്സ് സസ്പെൻഷനിലായി. അവരെല്ലാം നിങ്ങളെപ്പോലെ ഹാഷ് പണിഷ്മെന്റ് കൊടുത്തവരാ. കുട്ടികളെ മനസ്സിലാക്കണം. കുട്ടികളിൽ എല്ലാ കഴിവും ഉണ്ടാവും. അതിലേത് വളർത്തണം, ഏത് വളർത്താൻ പാടില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാ ഒരു നല്ല സ്റ്റുഡന്റ് ഒരു നല്ല സിറ്റിസണായി രൂപപ്പെടുന്നത്. സോ ഇനി 1 അവറിൽ നിങ്ങളുടെ ഡിസ്മിസ് ലെറ്റർ ഓഫീസിൽ നിന്ന് വാങ്ങാം. മാഡം. യെസ്, യു ആർ ഡിസ്മിസ്ഡ്. സോറി മാഡം, ഇനി അങ്ങനെ നടക്കില്ല. ക്ഷമിക്കൂ മാഡം. സോറി. ക്ഷമിക്കുന്നതിന് ഇത് ചർച്ചും അല്ല, ഞാൻ ജീസസും അല്ല. താങ്ക്സ് ഫോർ യുവർ സർവീസ്.